കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന പ്രതിഷേധം തുടരുന്നു. ജന്തർ മന്ദറിൽ ഇന്നലെ വൈകിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. KJ ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതായാലും ഈയൊരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CJP. ആദ്യം മുതലേ CJPയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നത് തന്നെയാണ്. ആ ഒരു ആവശ്യത്തിൽ ഇപ്പോഴും CJP ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് CJP നടത്തുന്ന പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന ഈ പ്രതിഷേധം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തമുണ്ടായി. യുവാക്കളെല്ലാം എത്തി അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നതെല്ലാം സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ യുവാക്കളെയും അതോടൊപ്പം തന്നെ കർഷക സംഘടനയും ഇടതു സംഘടനകളെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ CJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇടതു സംഘടനകളുമായി ഈ കർഷക സംഘടനകളുമായി എല്ലാം തുടർ ചർച്ചകളും നടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇടതു സംഘടനകളുമായി ബന്ധപ്പെട്ടെല്ലാം നേതാക്കളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ഈ ഇടതു സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയിൽ ഈ CJPയുടെ വിലയിരുത്തൽ അവർ പ്രതീക്ഷിച്ചത്ര വലിയ വിജയമായി ഈ സമരത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ പ്രതീക്ഷിച്ച രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടില്ലെന്നും ഈ യോഗത്തിൽ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ഇന്നലെ കണ്ടതുപോലെ തന്നെ മെഴുകുതിരി അടക്കം കത്തിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇപ്പോൾ CJPയുടെ ശ്രമം. എന്തായാലും അവർ ഉറച്ചു നിൽക്കുകയാണ്. CJP പറയുന്നത് തങ്ങൾക്ക് പോലീസ് നൽകിയിരുന്ന ആ സമയപരിധി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ തങ്ങൾ പിന്നോട്ട് പോകില്ല, മർദ്ദനമേൽക്കാനും ജയിലിൽ പോകാനും തങ്ങൾ തയ്യാറാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനം വരെ നീണ്ടു നിൽക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ പുറത്തു പോകുകയുള്ളൂ, ഈ സമരം നിർത്തി തങ്ങൾ പിന്നോട്ട് പോവുകയുള്ളൂ എന്ന് അവർ പലതവണ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ ഈ CJP സ്ഥാപകന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഡൽഹി പോലീസിനെതിരെ ഉണ്ടാകുകയാണ്. ഡൽഹി പോലീസ് അവിടെ വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ CJP പ്രവർത്തകർക്ക് വെള്ളം നൽകുകയോ അതോടൊപ്പം തന്നെ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം നൽകാൻ എത്തുന്നവരുടെ എല്ലാം ആധാർ കാർഡ് അടക്കമുള്ളവ ചോദിക്കുന്നു, അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതെല്ലാം ജനാധിപത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനമാണെന്നാണ് CJP പ്രവർത്തകർ ആരോപിക്കുന്നത്. കാരണം ജനാധിപത്യ രീതിയിലാണ് തങ്ങൾ അവിടെ സമരം ചെയ്യുന്നത്. സമാധാനപരമായി സമരം ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നവരുടെ വിവരങ്ങൾ എന്തിനാണ് ശേഖരിക്കുന്നതെന്നും ഈ CJP നേതാക്കൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും തുടക്കത്തിലെല്ലാം ഈ സമരത്തെ വലിയ രീതിയിൽ തന്നെ നേരിടാനായിരുന്നു പോലീസിൻ്റെ ശ്രമം. കാരണം അന്ന് ഈ സമരം തുടങ്ങിയതിൻ്റെ അന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ അവിടെ കുടിവെള്ളം തടയുന്നു, അതോടൊപ്പം തന്നെ വൈദ്യുതി വിച്ഛേദിക്കുന്നു. അങ്ങനെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പോലീസിൻ്റെ പ്രതിരോധം നാം തുടക്കത്തിൽ കണ്ടെങ്കിൽ പിന്നീട് നാം അത്തരം പ്രതിരോധങ്ങളിലേക്ക് പോകുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ CJPയുടെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത്. അവിടെ വരുന്നവരുടെ ഈ CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നവരുടെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയെന്നും അവർ ആരായുകയാണ്. ഏതായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തുന്ന സമരം 4ാം ദിവസവും തുടരുകയാണ്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.